ചുമ പലപ്പോഴും പനിയുടെ കൂടെ അല്ലെങ്കിൽ പനി കഴിഞ്ഞാലും ഒക്കെ കുറേ നാൾ ഉണ്ടാവുന്ന സാധനമാണ് ചുമ എന്നുള്ളത്. ഇനിയിപ്പോൾ പനിച്ചിട്ടില്ലെങ്കിൽ ചിലർക്ക് ചുമ വരാറുണ്ട്. പല കാരണങ്ങളുണ്ട് ചുമയ്ക്കാൻ. എന്തായാലും നമ്മുടെ ബോഡിയിലെ ഉള്ളിലുള്ള ഒരു മാലിന്യം പുറത്ത് കളയുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ചുമ എന്നുള്ളത്. ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളിലുള്ള അധികമായ ചൂടോ എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും കൃത്യമായ എലിമിനേഷൻ ആണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ചിലർ ചെയ്യുന്നതാണ് ദാഹിച്ചാൽ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ. ദാഹിച്ചാൽ പച്ചവെള്ളം തന്നെ കുടിക്കുക, ചൂടുവെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ചൂടുവെള്ളം കുടിച്ചോളൂ. പക്ഷെ ചുമ പലതരമുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് ഉള്ളതുണ്ട്, ക്രോണിക് ആയിട്ടുള്ള ചുമയൊക്കെ ഉണ്ട്. ക്രോണിക് ആയിട്ടുള്ള ചുമ അതായത് വർഷങ്ങളായിട്ടുള്ള ചുമ, മാസങ്ങളായിട്ടുള്ള ചുമ, മാറാത്ത ചുമ, കുത്തിച്ചുമ, കാണിക്കാത്ത സ്ഥലങ്ങളിൽ, ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ മാറിയത് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും ഒരു ചെറിയ ടിപ്പ് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ, ഇഞ്ചിയും കുരുമുളകും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, തേന് മിക്സ് ചെയ്ത് ഇടയ്ക്കിടെ കഴിക്കുക. ഒരു പരിധി വരെ ആശ്വാസം കിട്ടുന്നത് കാണാറുണ്ട്. ഈ വളരെ നിസ്സാരമായ ചുമ എന്നൊക്കെ പറയില്ല, പനിയുടെ കൂടെ വന്നൊക്കെ ചുമ. ക്രോണിക് ആയിട്ടുള്ള, അതായത് വർഷങ്ങളും മാസങ്ങളൊക്കെ പഴക്കമുള്ള ചുമയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇത്തരം ടിപ്പുകൾ ഒരു പരിധി വരെ സഹായിക്കും, പക്ഷെ അത് ശാശ്വത പരിഹാരമല്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ റെമഡീസ് മാത്രമാണ്.